ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളെ പറ്റിച്ചു. വീണ്ടും ടീം 3 തന്നെ പുതിയൊരു പർച്ചേസ് ചെയ്തേക്കാണ്. ഇത്തവണ ഞങ്ങളൊരു പുതിയ സാധനമാണ് എടുത്തത്. ടീം ഇപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ഇതാ A4 പോർട്ടബിൾ പ്രിൻ്ററാണ്. അതായത് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റിയ ചെറിയൊരു പ്രിൻ്റർ. ഇത് റേറ്റ് വന്നത് എനിക്ക് കൊണ്ട് 18 കൊണ്ടോ കണ്ടെന്നോ റേറ്റാണ്. എന്തായാലും നമ്മളത് തുറന്നു നോക്കാം. എന്തായാലും ഈ വക സാധനങ്ങൾ അവരിൽ നിന്ന് കുറേ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് യൂസർ മാനുവലുണ്ട്, ബ്ലാ 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 എന്നിരിക്കണേ കുറേ സാധനങ്ങൾ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ. പിന്നെ അതിൻ്റെ ഒരു കണക്റ്റിംഗ് കേബിളുണ്ട്. ഒരു വെൽ മെയിൻറ്റൈൻഡായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതാണ് നമ്മുടെ പോർട്ടബിൾ പ്രിൻ്റർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഒന്ന് കവർ ഒട്ടിച്ച് നോക്കി. ഓക്കെ, ഇതിലാണ് സാധനം. ഒരു കുഞ്ഞു പ്രിൻ്റർ, നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റിയ പ്രിൻ്റർ. ഇനി ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യും? ഇതായിരിക്കും പ്രിൻ്റ് വരുന്ന സ്ഥലം, അത് പ്രിൻ്റ് കയറ്റി വിടുന്ന സ്ഥലം എന്താണെന്നറിയില്ല. ഇത് ഞങ്ങളിനി ഓപ്പൺ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. രണ്ട് സൈഡിലും ബട്ടൺ ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കാൻ പറ്റും. ചെറിയൊരു ഡ്രമ്മ്, റോളറ് തന്നെ അവിടെ നമ്മൾ പേപ്പർ കയറ്റി വിടുന്നു, ഇവിടെ കൂടെ കടന്നു വരുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് സിമ്പിൾ മെക്കാനിസമാണ്. നമ്മുടെ വലിയ പ്രിൻ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ പ്രിൻ്റർ ഇറക്കി വിടുന്നതാണോ കയറ്റി വിടുന്നതാണോ നമ്മൾ നോക്കണം ഒന്നൂടെ. ഈ കാണുന്നതിൻ്റെ പവർ ബട്ടൺ, ഇതിൻ്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്. ഇനിയുള്ളത് ഇതിൻ്റെ കമ്പനി നെയിമും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെയ്ഡ് ഇൻ ചൈനയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഞങ്ങൾ പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളിതാ പ്രിൻ്റർ ഒന്ന് പവർ ഓൺ ആകുന്നു. ഇനി അത് റെഡ് ലൈറ്റിലേക്ക് മാറും. ഓക്കെ, ഇതിപ്പോൾ സിസ്റ്റം വർക്കിംഗ് ആയിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്ത് എന്തായിരിക്കും എന്നുള്ള അവസ്ഥ എന്നൊക്കെ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണം. ഇത് നിലവിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ ഡയറക്റ്റ് പ്രിൻ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമുക്ക് സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കേബിളുണ്ട്, USB കേബിളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഫോണൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ബാക്കി എന്തായിരിക്കും എന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ആപ്പ് ഒന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആപ്പിലേക്ക് പോവാം. സ്കിൽക്കാലം 20 പറയുന്നോട്ട് അലവൊക്കെ കൊടുത്തു. ഓക്കെ, അലവായിക്കോട്ടെ. അപ്പോൾ നമ്മൾ പ്രിൻ്ററിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ കണക്റ്റ് കൊടുത്തു. ലോഡിങ്. സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. ഇനി ഇതിൻ്റെ ഗംഭീര പ്രോസസ്സാണ്. ഇതെങ്ങനെ വയ്ക്കുന്നുള്ളത് പരീക്ഷണമാണ്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ വയ്ക്കും. അവിടെ അങ്ങ് വെച്ച് നോക്കാം. ക്ലോസ് ചെയ്തോ. അപ്പോൾ ഞങ്ങൾ വച്ചു ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായിരിക്കും എന്നുള്ള അറിയില്ല. ഇത് ഞങ്ങൾ പ്രിൻ്ററിന് കൊടുക്കുകയാണ് ഈ സാധനം. ടൈപ്പ് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തെങ്കിലും അവിടെ ഒറ്റ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു. എന്തെങ്കിലും സംഭവിക്കും. അയ്യോ, മെഷീൻ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യത്തെ മെഷീൻ പാളിയിരിക്കുന്നു, കാരണം ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത സൈഡ് മാറിപ്പോയി. ശ്രമിക്കുകയാണ്, പ്രിൻ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്തിനും സംഭവിക്കുക? മെസ്സേജ് എന്തെങ്കിലും വന്നോ? ഐസ്, അവിടെ അനക്കം സംഭവിക്കുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഇത് ഫെയിലിയർ. ഇത് സക്സസ് ആവുന്നതാണ്, കാരണം പ്രിൻ്റൊക്കെ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. സക്സസോ ഫെയിലോ അറിയില്ല. ഒരു സാധനം വരുന്നില്ല. ഇനി എൻ്റെ കൂടെ വേറെ വല്ലതും മാനിക്കണോ? ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളെ പറ്റിച്ചു. ഇതിലെങ്കിലും പ്രിൻ്റ് വരുമോ? യെസ്, ആ പേപ്പർ പ്രിൻ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് ഞങ്ങളുടെ മിഷൻ സക്സസ് ആയിരിക്കുന്നു.
അപ്പോൾ അവിടെ റോൾ ചെയ്ത് വെക്കുകയാണ് പേപ്പർ. കുറേ നേരത്തെ ട്രൈന് ശേഷം പേപ്പറിൽ സാധനം വന്നു. ഓക്കേ, ഇതാണ് പ്രിൻ്റ് ഔട്ട്പുട്ട്. നമുക്ക് കാണിച്ചു തരാം. സോ ഞങ്ങളങ്ങനെ പ്രിൻ്റ് ചെയ്തു. അവസാനം സക്സസ് ആക്കി എടുത്തു. പ്രിൻ്റ് കിട്ടി. സോ ഇതാണ് ആ പ്രിൻ്ററിൻ്റെ സംഭവം. നമ്മൾ പ്രിൻറ്റിന് കൊടുത്ത് ഇതാണ് പ്രിൻ്ററും കിട്ടി. വാ, കൊള്ളാമല്ലേ? അപ്പോൾ പ്രിൻ്റർ കൊണ്ട് ഉപയോഗമുണ്ട്. ഇനി ഞങ്ങൾ A4 ചെയ്ത് പ്രിൻ്റ് ചെയ്ത് പഠിക്കണം. ഇതിൻ്റെ അകത്തുള്ള സാധനം ഞങ്ങൾ ഇപ്പോൾ ചെയ്തത് റോളർ മാത്രം വെച്ചിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന പേപ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ പ്രിൻ്റ് എടുത്തത്. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് A4 വെച്ച് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിനി പുതിയ പരീക്ഷണമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.